മുക്താറാണ്. എന്താ മോനെ കോലൊക്കെ മാറിയതല്ലേ, ഫുള്ള് മൊട്ടൊക്കെ അടിച്ച് സുഡാപ്പി ലുക്ക് അയക്കണല്ലേ. ഇങ്ങനെന്താ ചിരിക്കുന്ന ആളെ കളിയാക്കാണ് നിങ്ങൾ. അപ്പോൾ എന്തായാലും ചെറിയൊരു മാറ്റങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. എന്തായാലും മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഓണത്തിൻ്റെ ഓഫർ എന്ന് പറഞ്ഞപ്പം വീട്ടിലിരിക്കാൻ തോന്നിയില്ല, വേഗം വരാൻ വേണ്ടി തോന്നി. 2014 ഈ ഒരു അവഞ്ചറൊക്കെ അങ്ങനെ തരാൻ പോകുന്നത് 2,20,000. അതേപോലെ തന്നെ ഒരു ഇയോൺ നോക്കുകയാണെങ്കിൽ 2012 ഒരു ഇയോൺ തരാൻ പോകുന്നത് ഇറാ പ്ലസ് അല്ലേ പറഞ്ഞത്. ഇറാ പ്ലസ് 2012 മോഡൽ 1,35,000. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ആൾട്ടോ 800. അത്യാവശ്യം നല്ല ഓൾറെഡി ആൾട്ടോ 800 ഒരു 17-18 എന്തായാലും മൈലേജ് കിട്ടും. അത് CNG യിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൈലേജ് കിട്ടുന്ന ആൾട്ടോ 800 2013 മോഡൽ 1,85 വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് ഓഫറുള്ള ഒരുപാട് വണ്ടികളുണ്ട്. ഇപ്പം വെർണ ആണെങ്കിലും വാഗണർ ആണെങ്കിലും ഇയോൺ ആണെങ്കിലും സ്വിഫ്റ്റ് ആണെങ്കിലും ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ ഈ ഒരു ഓണം പൊടിപൂരാക്കാനാണ് വന്നത്. ഈ ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നത് ഈ ഒരു സെപ്റ്റംബർ 10, അതായത് നാളെ മുതൽ സെപ്റ്റംബർ 10 തൊട്ട് സെപ്റ്റംബർ 20 വരെയുള്ള സ്പെഷ്യൽ ഓഫറുകളാണ് വരുന്നത്. ബൈജുക്ക് നമ്മളെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് കരിപ്പൂർ എയർപോർട്ടിനടുത്ത്, കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിനടുത്തുള്ള കുമ്മിണിപ്പറമ്പ് നേരെ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് കാർ 1-ലാണുള്ളത്. അപ്പോൾ എല്ലാവരോടും പറയുന്നത് ഏത് വീഡിയോ കണ്ടിട്ടും ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്യുക. പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തം മാത്രമാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരുപാട് ആൾക്കാർ ഇത് നോക്കിയിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ വരുന്നുണ്ട്. ചെറിയൊരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതാണ്, എയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതാണ്. ഒരു 6 വർഷത്തോളം ഗൾഫിലുണ്ടായിരുന്നു. തോനെ മുടിയൊക്കെ കൊഴിഞ്ഞിരുന്നു. തോനെ ക്യാപ്പ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തോനെ ക്യാപ്പ് ഇടാതെ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഒരു മാറ്റം അനിവാര്യമാണല്ലോ അല്ലേ ബൈജിക? അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബൈജിക, നമുക്ക് ഫസ്റ്റ് തന്നെ ഇയോൺ എന്നാണ് തുടങ്ങാം. ഏതാ മോഡൽ വരുന്നത്? 2015 മാഗ്ന പ്ലസ് ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 70. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമ്മൾ മഴ പെയ്തിട്ട് ഏകദേശം 1.5 മണിക്കൂർ കാത്തുനിന്നിട്ട് വീണ്ടും വീഡിയോ തുടങ്ങിയത്. പ്രൈസ് വരുന്നത് നമുക്കൊരു 1,80 കൊടുക്കാം. 1,80,000 2015 മോഡല്. ഇതോ? ഇത് 2018 മോഡല്. 2018 ഇറാ പ്ലസ് ആണ് വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? 51,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പ്രൈസ് ആണ് വരുന്നത് 2,65 കൊടുക്കാം. 2,65,000 2018 ഇറാ പ്ലസ് അല്ലേ? ഓക്കെ. ഈ ഒരു ഇയാണോ? ഇത് 2012 മോഡല്. 2012 ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് ഇറാ പ്ലസ് തന്നെ. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,20. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. പ്രൈസ് ആണ് വരുന്നത് 1,35. 1,35,000. 1,35 2015 മോഡൽ ഇയോണ് 1,35. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? കേട്ടന് 2016 മോഡല്. 2016. ഓണർഷിപ്പോ? ഫസ്റ്റ്. കിലോമീറ്ററോ? കിലോമീറ്റർ 80,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത് ഇത് 2,45 കൊടുക്കാം. 2,40,000 2016 മോഡല്. ഓക്കെ. നിസാൻ മൈക്ര വരുന്നുണ്ട്. ഏതാ മോഡൽ വരുന്നത്? 2015 മോഡല്. 2015. ഡീസലാ പെട്രോളോ? പെട്രോൾ. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,00,000 അടുത്തുണ്ടാവും. 1,00,000 അടുത്ത് ഓട്ടം വന്നിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. പ്രൈസ് തന്നെ വരുന്നത് ഇത് 2,50 കൊടുക്കാം. 2,50,000 2015 ക്യാഷ് ബാക്ക് കൊടുക്കില്ല. ലോൺ 2.25 ലോണും കയറുന്നുണ്ട്. 2.25 ക്യാഷ് ബാക്ക് എന്തായാലും കിട്ടുമല്ലേ? ഓക്കെ. ഈ ഒരു ഒമനിയോ? 2007 മോഡല്. 2007 മോഡല്. 2027 പേപ്പർ ഉണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 65 രൂപ കൊടുക്കാം. അറിഞ്ഞു എന്താ പറയോ? ചെറിയ തോതിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഈക്കോ? ഇത് 2020 മോഡല്. 2020 മോഡല്. സിംഗിൾ ഓണർ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 51,000. 2021 അല്ലേ? 51,000 കിലോമീറ്റർ. AC ടൈപ്പാണോ? AC ടൈപ്പ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് 3,90. 3,90 കൊടുക്കാം. ഈ ഒരു സ്വിഫ്റ്റോ? ഇത് 2011 മോഡല് സെക്കൻഡ് ഓണർ വണ്ടി. 2011 സെക്കൻഡ് ഓണർഷിപ്പ്. ഡീസൽ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,3. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് 2,60 കൊടുക്കാം. 2,60,000. ഒരു ആൾട്ടോ എടുക്കുന്നുണ്ട്. അതേതാ മോഡൽ വരുന്നത്? ആൾട്ടോ 2005 മോഡല്. 2005 മോഡൽ LX. 2025 വരെ പേപ്പർ. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 60 ഉറുപ്പിക കൊടുക്കാം. 60 ഉറുപ്പിക ലാസ്റ്റ് ഫൈനലായിട്ട് കൊടുക്കാം. ഇനി എന്തും കുറയാണ്ടല്ലോ? കൊടുക്കാം. എത്ര കുറയാള്? ഒരു 5 ഉറുപ്പിക കൊടുക്കാം. 55 ഉറുപ്പിക ലാസ്റ്റ്. 5 ലാസ്റ്റ് ഫൈനലായിട്ട് കൊടുക്കുക. ഈ നെക്സ്റ്റ് വരുന്ന ഏതാണ്? മൻസ ഏതാ മോഡൽ വരുന്നത്? 2010 മൻസ ഔറ 2010. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? 1,28. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്ക് 1,2 കൊടുക്കാം. 1,02,000. 2,000 5,000 കുറയ്ക്കാനുള്ളതാണല്ലേ? ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്ന ഏതാണ്? SX4. ഏതാ മോഡൽ? 2010 മോഡൽ ഓട്ടോമാറ്റിക്. 2010 SX4 ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്?
ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? ഓണർഷിപ്പ് സോറി സിംഗിൾ കേട്ടോ. സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ. 1,00,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. പ്രൈസ് ആണ് വരുന്നത് 1,65,000 കൊടുക്കാം. 1,65,000. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇൻഡിഗോ. ഇൻഡിഗ ഏതാ മോഡൽ വരുന്നത്? 2014 മോഡൽ. 2014 ഇൻഡിഗ. ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,20,000. 1,20,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്കൊരു 1,15 കൊടുക്കാം. 1,15,000. ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? എക്സെന്റ് ഏതാ മോഡൽ? 2014. 2014. ഓൺഷിപ്പ് സിംഗിൾ. ഡീസലാണ് വരുന്നത്? ഡീസൽ. കിലോമീറ്ററോ? 1,05,000. 1,05,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല, ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത് 3,25,000 കൊടുക്കാം. 3,25,000 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എർട്ടിഗ ഏതാ മോഡൽ വരുന്നത്? 2012 മോഡൽ. 2012 ഡീസലാണ് വരുന്നത്. ഓൺഷിപ്പോ? ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,04. 1,40,000. 1,40,000. 1,4 എന്നൊക്കെ പറയുമ്പോൾ 1,4 പോകട്ടോ. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല അത്യാവശ്യം ടയർ വരുന്നുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 3,75,000 കൊടുക്കാം. 3,70,000. 2012 മോഡലല്ലേ? 2012 13 രജിസ്ട്രേഷന്. 3,70,000. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? KUV അണ്ടർ. KUV അണ്ടർ ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 മോഡൽ. 2017 മോഡല്. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. പെട്രോൾ ആണ് വരുന്നത്. പെട്രോൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 90,000. റീപ്ലേസ്മെന്റ് ഉണ്ടല്ലോ? ഒന്നുമില്ല. പ്രൈസ് ഫൈനൽ 3,00,000 രൂപ. 3,00,000 രൂപ. എത്ര ലോൺ കയറും? ഇത് ഏകദേശം ഫുൾ ലോൺ കയറുണ്ട്. ഫുൾ ലോൺ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? വെർണ. 2013 SX. 2013 SX. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1,40. ഡീസൽ ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഒരു ആവറേജ് ടയർ അല്ലേ? ഫ്രണ്ട് ടയർ കുറവാണ്. പ്രൈസ് ആണ് വരുന്നത്? 3,70,000 കൊടുക്കാം. 3,70,000. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു വാഗ്നർ വരുന്നുണ്ട്. ഇതെങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2011 VXI. 2011 VXI. ഓൺഷിപ്പോ? സെക്കൻഡ്. കിലോമീറ്ററോ? 90,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. പ്രൈസ് ആണ് വരുന്നത്? 2,25,000 കൊടുക്കാം. 2,25,000. 2011 മോഡല്. എത്ര ലോൺ കയറും? ഇതൊരു 2 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, VXI ആണ് വരുന്നത്. 2011 മോഡലാണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ആൾട്ടോ. 2019. ഇനി നെക്സ്റ്റ് വരുന്ന ആൾട്ടോ 800 2019 മോഡല്. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,00,000. 1,00,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 2,88 കൊടുക്കാം. 2,88 കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് CNG ആണെന്ന് തോന്നുന്നു അല്ലേ? 2013 മോഡല് CNG. CNG കറക്റ്റ് എത്ര കിലോമീറ്റർ കിട്ടും? ഇത് മറ്റേ ഡബിൾ കിട്ടും. 20 മോളുണ്ടാവും. 25 മോഡല് കിട്ടേണ്ട അല്ലേ? 2013 മോഡല്. ഓൺഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,00,000. 1,00,000 കിലോമീറ്റർ ഓടി ഉണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 1,95. 1,95. കുറയൂലേ? ചെറിയ രീതിയിൽ കുറച്ച് കൊടുക്കാം അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആൾട്ടോ. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2018 മോഡൽ LXI. 2018 LXI. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 80,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 2,80 കൊടുക്കാം. 2,80,000. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ജാസ് ഏതാ മോഡൽ വരുന്നത്? 2010 മോഡൽ. 2010 മോഡല്. ഓൺഷിപ്പോ? ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്റർ 1,ന്റെ മോളുണ്ട്. 1,ന്റെ മോളിൽ ഓടിയിട്ടുണ്ടല്ലേ? റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 1,35 കൊടുക്കാം. 1,35,000. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഫിയറ്റിന്റെ ഏതാണ്? അവഞ്ചർ ഏതാ മോഡല്? 2014. 2014 മോഡല്. ഓൺഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 1,ന്റെ മോളുണ്ട്. 1,ന്റെ മോളിൽ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. ടയർ എവറേജ് ടയർ അല്ലേ? എവറേജ് ഇല്ല. ഫ്രണ്ട് അത്യാവശ്യം ടയർ വളരെ കുറവുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് 2,20 കൊടുക്കാം. അത് ഓഫർ പ്രൈസ് അല്ലേ? 2,20 അല്ല? 2014 അവഞ്ചർ. 2014 അവഞ്ചർ സിംഗിൾ ഓണർഷിപ്പ് ഇങ്ങനെ തരാൻ പോകുന്നത് 2,20,000 അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? സണ്ണിക്കോട്ടെ XL. ആണോ കേരള ആണോ? കേരള ആണ് വരുന്നത്. 2012 മോഡലല്ലേ? ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,00,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് 1,95 കൊടുക്കാം. 1,95,000. ആ ബാക്കിൽ കാണിക്കാനുള്ളതാണോ? അല്ല, അത് സോൾഡ് ഔട്ട് അല്ലേ? നമുക്ക് എന്തായാലും ഞാൻ അങ്ങോട്ട് ഉള്ളോട്ട് പോകാം അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഉണ്ടായിന്റെ പറഞ്ഞ ഒരു സഡാൻ ടൈപ്പ് ഉണ്ടായിന്റെ
ഏതാ മോഡൽ വരുന്നത്? 2013-15 രജിസ്റ്റർ. 13-15 രജിസ്ട്രേഷൻ. ഓൺഷിപ്പ് ആയിരുന്നത് സിംഗിള്. കിലോമീറ്ററോ? കിലോമീറ്റർ നമുക്ക് 1,00,000 മുകളിൽ ഓടിക്കും. 1,00,000 മുകളിൽ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. നല്ല വണ്ടിയല്ലേ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ടയർ വരുന്നുണ്ട്. പ്രൈസ് തന്നെ വരുന്നത് 3,75 കൊടുക്കാം. 3,75,000. എത്ര ലോൺ കയറും? ഏകദേശം 3.5 ലെവലൊക്കെ ലോണും കയറ്റാം. എത്ര? 3.5 കയറ്റാം. 3.5 വരെ കയറ്റി കൊടുക്കാം അല്ലേ. അതേപോലെ തന്നെ നമ്മൾ വിട്ടുപോയ 2 വണ്ടികൾ കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് കാണിക്കുക. അവിടെ ഫ്രാഗ്നർ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2020 മോഡൽ LXi. 2020 LXi. ഓൺഷിപ്പോ? സിംഗിൾ ഓർഡർ. കിലോമീറ്ററോ? 80,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 4,400 കൊടുക്കാം. 4,400. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കല്ലേ. ഓക്കെ, ഇനി അതേമാതിരി നമ്മൾ കാണിക്കാത്തൊരു ഐറ്റാണ് MGന്റെ വണ്ടി. നമുക്ക് ആ ഒരു MGയിലേക്ക് പോയാലോ? MG എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? കാൽപാന്ന് BR ആണ്, കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2019-20 രജിസ്ട്രേഷൻ. 2019 ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 69,000. 69,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പാണ്. പനോരമിക് സൺറൂഫാണ് വരുന്നത്. ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 69,000. 69,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. പക്ക ആയിരിക്കും അല്ലേ. പ്രാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അലോയി പിന്നെ അതുപോലെ തന്നെ പ്രൈസ് കറക്റ്റ് എത്ര വരുന്നത്? 12,75 കൊടുക്കാം. 12,75,000. ചെറിയ തോതിൽ കുറയ്ക്കാം. എത്ര ലോൺ കയറും? നമുക്കൊരു 10,00,000 മുകളിൽ ലോൺ കയറ്റാം. 10 ലക്ഷം ലോൺ കയറ്റല്ലേ. അപ്പം 2,75,000 ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി സുഖമായിട്ട് ഇവിടുന്ന് MG ഇറക്കല്ലേ. ഓക്കെ, CNG തുടങ്ങാം. CNG അല്ലേ വരുന്നത്? 2016. ഓൺഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.5 മുകളിൽ ഉണ്ടാവും. 1.5 മുകളിൽ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് എങ്ങനെയായിരുന്നത്? പ്രൈസ് നമുക്ക് 2,65 കൊടുക്കാം. 2,65. 2016 CNG റിഡ്സ് അല്ലേ? 2,65 കൊടുക്കാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ്. ഓക്കെ, ഈ ഒരു സ്വിഫ്റ്റ് എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2018 VDI. 2012 ഡീസൽ മാനുവൽ ആണ് വരുന്നത്. മാനുവൽ. ഏത് ഓപ്ഷൻ വരുന്നത്? VDI ആണ് വരുന്നത്. ഓൺഷിപ്പ് ഫസ്റ്റ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.5 മുകളുണ്ട്. 1.5 മുകളിൽ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 5.30 കൊടുക്കാം. 5.30 ലാസ്റ്റ് ഫൈനൽ. അല്ല, എന്തെങ്കിലും ചെറിയ തോതിൽ കൊടുക്കാം. ചെറിയ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഓഫർ ഉണ്ടോ? ഇത് 2014 മോഡല്. ഇത് നമുക്കൊരു 2.45 കൊടുക്കാം. 2014 2.45. ഓണർഷിപ്പ് ആയിരുന്നത്? ഇത് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 90. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഗ്ലാസ് ഡോർ എന്തുണ്ട്? ഗ്ലാസും ഡോറും അല്ലേ? മെയിൻ ഗ്ലാസ് ആണോ? മെയിൻ ഗ്ലാസും ഒരു ഡോറും അല്ലേ? ഓക്കെ, ലാസ്റ്റ് 2.45. എത്ര ലോൺ കൊടുക്കാം? ഇത് ഏകദേശം ഫുൾ ലോൺ കയറുന്ന ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2018 VXi AMT. 2018. അത് ഓട്ടോമാറ്റിക് ആണ്. ബോക്സ് അല്ലേ വരുന്നത്? ഓൺഷിപ്പ് ആയിരുന്നത്? സെക്കൻഡ്. കിലോമീറ്ററോ? 61,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഉണ്ട്. ഡോർ ഉണ്ട്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 4.60 കൊടുക്കാം. 4,60,000. 2012 ഓട്ടോമാറ്റിക് വാഗണർ കൊടുക്കാം അല്ലേ? ഓക്കെ, എർട്ടിഗ വരുന്നുണ്ട്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. VDI ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2015 മോഡൽ. 2015. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഡീസൽ ആയതുകൊണ്ട് തന്നെ. ഓൺഷിപ്പ് ആയിരുന്നത്? സെക്കൻഡ് തന്നെ. കിലോമീറ്ററോ? കിലോമീറ്റർ 1.30. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? നമുക്കിത് 4.45 കൊടുക്കാം. 4.45 ഫൈനലായിട്ട്. 2015 ഡീസൽ അല്ലേ? 4.45 കൊടുക്കാം. ഓക്കെ, ഈ ഒരു ജാസോ ലോൺ എത്ര കയറും? ലോൺ ഫുള്ള് കയറും. കയറും അല്ലേ? WRVയോ? 2017 മോഡൽ VX. 2017 മോഡല് VX ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. സൺറൂഫ് ഒക്കെ വരുന്ന ടൈപ്പ് ഡീസൽ ആണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ. കിലോമീറ്ററോ? 1.5 മോഡലുണ്ട്. 1.5 മോഡൽ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 7.45 കൊടുക്കാം. 7,45,000. എത്ര ലോൺ കയറും? ഇത് 7 രൂപ മുകളിൽ ഇല്ല. 7 രൂപ മുകളിൽ തന്നെ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, ആ ഒരു സ്വിഫ്റ്റോ? 2013 VDI. 2013 ഡീസൽ ആണ് വരുന്നത്. ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ? കിലോമീറ്റർ 1.20. 1.20. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു വണ്ടിയല്ലേ? പ്രൈസ് ആണ് വരുന്നത്? ഇത് 3.70. 3,70,000. 2013 ഡീസൽ അല്ലേ? ഓക്കെ, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു സ്വിഫ്റ്റോ? 2013 ZDI. 2013 ZDI ആണ് വരുന്നത്. ഓക്കെ, ഏതാ ഓൺഷിപ്പ് വരുന്നത്? ഇത് 2013 അല്ലേ പറഞ്ഞത്? 2013 ZDI. ഓൺഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.30. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് എന്താണ്? ഗ്ലാസ് ബോണ്ട്.
ഗ്ലാസും ബോണറ്റ് ഉള്ളിൽ അപ്രോണ് കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ല ഒന്നുമില്ല. അത്യാവശ്യം ടയർ വരുന്നുണ്ടല്ലേ? പൈസ എഴുതുന്നത് ഇത് നമുക്കൊരു 3.45 കൊടുക്കാം. 3.40 കൊടുക്കാം അല്ലേ? 2013 ശേഷം ലോണും ഫുള്ള് കയറും. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഈ ഒരു സ്വിഫ്റ്റോ? ഇത് 2017 VXi. 2017 VXi ആണ് വരുന്നത്. ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.10. 1.10. റീപ്ലേസ്മെന്റ് എന്തുണ്ടോ? റീപ്ലേസ്മെന്റ് ഡിക്കി മൊത്തത്തിൽ മാറിക്കണോ? ഗ്ലാസ് അടക്കം മാറിക്കണോ? മാറിണ്ടാവും. ഓക്കെ. പ്രൈസ് എഴുതുന്നത് 4.5 ലക്ഷം റുപ്യ. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കൂലേ? ഓക്കെ. ഈ നെക്സ്റ്റ് ഈ ഒരു സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? ഇത് VXi ഡിസയർ. VXi ഡിസയർ ആണ് വരുന്നത്. ഏതാ മോഡല്? 2013. ഡീസലാണ് വരുന്നത്. പെട്രോൾ ആണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ്. കിലോമീറ്റർ 1.20. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് 3.20. 3,20,000. 3.25. എത്ര ലോൺ കയറും? ഒരു 3 രൂപ ചെയ്ത് കൊടുക്കാം. 3 രൂപ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ക്രെറ്റ ഏതാ മോഡൽ വരുന്നത്? 2016. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ഈ ഓപ്ഷൻ എസ്. ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ്. കിലോമീറ്റർ 1 lakh പോകുന്നുണ്ട്. 1 lakh എബോ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാ. അത്യാവശ്യം ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുള്ള ഇന്ത്യയിലല്ലേ? പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് ഇത് 6 ലക്ഷം കൊടുക്കാം. 6 ലക്ഷം റുപ്യ. എത്ര ലോൺ കയറും? ഏകദേശം ഒരു 6 റുപ്യൻ്റെ നമുക്ക് ഒരു 50,000 റുപ്യൻ്റെ വണ്ടി ഇവിടെ നടക്കാം അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഡസ്റ്റർ ഏതാ മോഡൽ വരുന്നത്? 2013 85. 2013 85. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.3. 1.3. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ലാസ്റ്റ് ഫൈനൽ ഇത് 3.75. 3,75,000. എത്ര ലോൺ കയറും? 3.5 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് ഡസ്റ്റർ വരുന്നുണ്ട്. ഏതാ മോഡൽ വരുന്നത്? 2014-15 രജിസ്ട്രേഷൻ. 2014-15 രജിസ്ട്രേഷൻ. ഏതാ ഓപ്ഷൻ ഏതാ വരുന്നത്? ഇത് ബേസ് മോഡല്. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.30. റീപ്ലേസ്മെന്റ് ഉണ്ടോ? സോറി, കിലോമീറ്റർ 93,000. 93 അല്ലേ? റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? ഇത് 3.75. 3,75,000. ലോണ് ഏകദേശം ഫുള്ള് വെച്ചു. മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഞാൻ അതേപോലെ തന്നെ മറാസ ഇതേതാ മോഡൽ വരുന്നത്? 2020 മോഡല്. 2020. ഓൺഷിപ്പ് സെക്കൻഡ്. ഫസ്റ്റ് ഓൺഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.14. 1.14. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 1.10 കൊടുക്കാം. 1.10. 1.10. എത്ര ലോൺ കയറും? ക്യാഷ് ബാക്ക് കൊടുക്കാം. ഒരു 8 റുപ്യൻ്റെ അടുത്തൊക്കെ ലോൺ കയറും. 8 റുപ്യൻ്റെ അടുത്തൊക്കെ ലോൺ കയറും. നിങ്ങൾ എത്ര റേറ്റ് പറഞ്ഞത്? 7.10. 10. നിങ്ങൾ 1.10 എന്നാ പറഞ്ഞത്. ഞാൻ അതാ പിന്നെ 1.10 എന്ന് ചോദിക്കുന്നത്. 7.10. ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ടാവും അല്ലേ? ക്യാഷ് ബാക്ക് ഓഫർ. ഓക്കെ. അതായത് ഫുൾ ലോണിനെക്കാട്ടും കൂടുതൽ കിട്ടും. ബ്രസ ഏതാ മോഡൽ വരുന്നത്? 2016 ZDI. 2016 ZDI. ഓൺഷിപ്പ് ഫസ്റ്റ് തന്നെ. കിലോമീറ്ററോ? കിലോമീറ്റർ 1.40. 1.40. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? ഇത് 6.5 കൊടുക്കാം. 6.5. 2016 ബ്രസ ഡീസൽ 6 ലക്ഷം റുപ്യ അല്ലേ? ZDI ആണ് വരുന്നത്. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? XUV ഏതാ മോഡൽ വരുന്നത്? 2016 മോഡൽ സെക്കൻഡ് ഓണർ. 2016 XUV സെക്കൻഡ് ഓണർഷിപ്പ്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് W6 ആണ് വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 1.20. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്കൊരു 7.45 കൊടുക്കാം. 7,45,000. എത്ര ലോൺ കയറും? ഏകദേശം ലോൺ കയറും. 45,000 രൂപ സുഖമായിട്ട് വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഹോണ്ട സിറ്റി ഏതാ മോഡൽ വരുന്നത്? 2010 ഓട്ടോമാറ്റിക്. 2010 ഓട്ടോമാറ്റിക്. റിയാണോ കേരളാണോ? റിയാണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 80,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? പ്രൈസ് നമുക്കൊരു 2.45 കൊടുക്കാം. 2.45 കൊടുക്കാം. 2010 അല്ലേ? 2010 2.45 കൊടുക്കാം. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്നത് എത്തിയോസ് GD അല്ലേ വരുന്നത്? 2015 മോഡൽ. റിയൽ വരുന്നത്? ഏതാ മോഡൽ വരുന്നത്? 2015. ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? 1.45. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ് ഗ്ലാസ് ഉണ്ട്. ഗ്ലാസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തത്. എന്താ ഇന്ത്യയിലൊക്കെ പാടെന്താ? കുഴപ്പമില്ല. നല്ല വണ്ടിയാ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് 4.5 കൊടുക്കാം. 4,05,000. എത്ര ലോൺ കയറും?
ഇതൊരു 3.5 മുകളിൽ കയറ്റാം. 3.5 മുകളിൽ ലോൺ കയറുക അല്ലേ? ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്നത് ഡാഡ്സന്റെ ഗോ പ്ലസ് അല്ലേ വരുന്നത്? അല്ലെ, ഗോ ആണ് വരുന്നത്. ഗോ ഡാഡ്സന്റെ ഗോ ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2016. 2016. ഓൺഷിപ്പ് വരുന്നത് ഫസ്റ്റ് തന്നെ. ഫസ്റ്റ്. കിലോമീറ്ററോ? കിലോമീറ്റർ 35,000. 35,000. റിപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പൈസ വരുന്നത് ഇത് നമുക്ക് 2 റുപ്യ കൊടുക്കാം. 2 റുപ്യ കൊടുക്കുക അല്ലേ? 2016 2 ലക്ഷം റുപ്യ കൊടുക്കുക. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്നത് i20 ആസ്റ്റ 2012 മോഡൽ. 2012 മോഡൽ. ഓൺഷിപ്പ് സെക്കൻഡ്. ഫസ്റ്റ് ഓൺഷിപ്പ്. കിലോമീറ്ററോ? 1.28. 1.28. ഡീസലാണ് വരുന്നത്. ഡീസൽ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. പൈസ വരുന്നത് ഇത് 2.95. 2,95,000. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 2011 തന്നെ. i20 ആസ്റ്റ. 2011 i20 ആസ്റ്റ ഡീസൽ. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 85,000. 85,000. റീപ്ലേസ് വരുന്നുണ്ടോ? ഇല്ല. റീപ്ലേസ് ഒന്നുമില്ല. പൈസ വരുന്നത്? 2 ലക്ഷം രൂപ. 2 ലക്ഷം. 2 ലക്ഷം. എത്ര ലോൺ കൊടുക്കും? ഏകദേശം 2 ലക്ഷം. ഫുൾ ഓണർ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 2013 മാഗ്ന. 2013 മാഗ്ന. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? 1.30. 1.30. ഡീസൽ എന്നാണ് വരുന്നത്? ഡീസൽ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പൈസ തന്നെ വരുന്നത്? 2.95. 2,95,000. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. അപ്പം ബൈജിക്ക് നമ്മൾ ഏകദേശം ഒരുപാട് വണ്ടി കാണിച്ചില്ലേ? ഒരു പുറത്തും അകത്തും ആയിട്ട് ഏകദേശം ഒരു 10 വണ്ടി ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറാണ് വരുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് സ്പോട്ട് ആയിട്ടാണ് വരുന്നത്. ഇത് കരിപ്പൂര് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നയറ പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ്. അതായത് നമ്മളെ കോഴിക്കോട് കരിപ്പൂര് കുമ്മിണിപ്പറമ്പ് നയറ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് കാർ വണ്ണിൽ ബൈജുഖാൻ എടുത്താണുള്ളത്. ബൈജുഖാന്റെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളി. ഓണത്തിന്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫറാണ് വരുന്നത്. പടിയിലുണ്ട്. വേഗം വിളിച്ചോളി.